ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഇടയ്ക്കൊന്ന് ബിഗ് ബസാർ പോയായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആ സാധനങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഓർത്ത് എന്തായാലും ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ 2 സ്റ്റോറേജ് ബോക്സ് ആയിട്ട് വാങ്ങിച്ചത്. ഇതിൻ്റെ അടപ്പ് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ താഴെ ഫൈബറിൻ്റെ എന്തോ ഒരു അപ്ഡേറ്റഡ് വെർഷനാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഇത് ഞാൻ ഉപ്പിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ ഞാനിതിൽ ഉപ്പിടുമോ പഞ്ചസാര ഇടുമോ എന്ന് എനിക്കറിയില്ല. നല്ലുണ്ട് കേട്ടോ. താഴെ വീണാൽ ചിലപ്പോൾ പൊട്ടുമായിരിക്കും, പക്ഷെ അടപ്പ് പൊട്ടത്തില്ല. അടപ്പ് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇതേപോലത്തെ 2 എണ്ണം വാങ്ങിച്ചേട്ടോ. ഇതിൽ ഇട്ടിരിക്കുന്ന MRP 158 ആട്ടോ ഒന്നിന്. പക്ഷെ ഇത് രണ്ടും കൂടി ഞാൻ 150ക്കാണ് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ ഇതേപോലത്തെ സ്റ്റോറേജ് ബോക്സ്. ഇത് ഞാൻ എപ്പോൾ പോയാലും ഇങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങും. എന്നിട്ടത് എങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകും കേട്ടോ. ഫ്രിഡ്ജിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫിഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴുകി വെക്കാമല്ലോ, സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. 99 റുപ്പീസാണ്. ഇതിൻ്റെ ചെറുതായിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും അടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ബൈ 1 get 1 ഫ്രീ കണ്ടെങ്കിൽ നമ്മൾ വിടുമോ? ഇല്ലല്ലോ. ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ചോക്കോ ഫിൽസ് അത് വാങ്ങിച്ചേട്ടോ. 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ചോക്കോസ് അല്ലേ കഴിക്കുന്നത്. അതിൽ നിന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ചോക്ലേറ്റ് ഫ്ലേവറിന് തന്നെ എന്തോ ഹൈഡ് ആൻഡ് സീക്കില്ല. അപ്പോൾ ക്രിസ്റ്റി കഴിച്ചോളുമല്ലോ. പിന്നെ നമ്മൾ ക്രിസ്റ്റിക്ക് ഒരു ടോയ് വാങ്ങിച്ചു. ഇത് ഞാൻ പറയുന്നത് ഇതിന് ഗൺ എന്നാണ്, അവനെന്തോ വേറൊരു പേരാട്ടോ പറഞ്ഞ്. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലിടുന്ന എന്തൊക്കെയോ ഉണ്ട് ഇതിൽ. ഇന്നലെ തന്നെ പൊട്ടിച്ചേട്ടോ. ഇന്നലെ വന്ന ഉടനെ തന്നെ ഇതൊക്കെ അതിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളാട്ടോ. ആ ഒരു ടോയ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇത് ഞാൻ വെറുതെ വെച്ചതായിട്ടോ. ഇവിടെ ഒരു എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കത്തില്ല. അപ്പോൾ എനിക്കൊന്നും കിട്ടാത്തതിന് ഞാൻ വെച്ചതാണ്. ക്രിസ്റ്റി വൈറ്റിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു എന്താ പറയുക അന്നത്തെ ഫോട്ടോ ആട്ടോ. ഇതിവിടെ തന്നെ നമ്മുടെ കടവയിൽ SJ, അത് JS ആണ്. JS ശ്രദ്ധയും പിന്നെ ജിജോ ചേട്ടായും അവർ നടത്തുന്ന ഷോപ്പിൽ ഇങ്ങനെ പ്രിൻ്റൊക്കെ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഉണ്ടാക്കി ചെയ്യണം. ഇപ്പോൾ അല്ല, 5 വർഷം 5.5 വർഷം അല്ല സോറി ഒരു 4 വർഷം മുമ്പ് കേട്ടോ. അപ്പം 4 ആവാറ്. പക്ഷെ ക്രിസ്റ്റിക്ക് ഇപ്പോൾ 3.5 വയസ്സ്. അപ്പോൾ 3.5 വയസ്സ് പ്ലസ് എനിക്ക് 7 മാസം ഉണ്ടായിരുന്നപ്പം എടുത്ത ഫോട്ടോസ് അപ്പം നമ്മൾ ഉണ്ടാക്കിപ്പിച്ചേട്ടാ. നല്ല രസമില്ലേ? ഇതൊക്കെ മെമ്മറീസ് ആയിട്ട്. അപ്പം ഞാനിതൊരു വെറുതെ ഒരു ഷോയ്ക്ക് വെച്ചെന്നേ ഉള്ളൂ. അത് അടുത്ത സാധനം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇതായത്. ഇതിൻ്റെ അകത്ത് കുറച്ച് റബ്ബർ ബാൻഡ്സും പിന്നെ മുട്ട് സൂചിയല്ലേ, പിന്നെ ക്ലിപ്സ്, ഈ പേപ്പറൊക്കെ നമ്മൾ ജോയിൻ്റ് ആക്കത്തില്ലേ, കുറേ വൈറ്റ് ഷീറ്റൊക്കെ, അതിനെന്തോ ബോക്സ് വെച്ചപ്പോൾ വാങ്ങിച്ചത്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അത് ഇനി അടുത്തതെന്ന് വെച്ചെങ്കിൽ ബൈ 1 get 1 ഫ്രീ ബിസ്ക്കറ്റ് ആട്ടോ. ഇങ്ങനെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് get 1 ഫ്രീ മമ്മിയുടെ അടുത്തുണ്ട്. ബൈ 1 ഇതാണ്. എൻ്റെ മമ്മി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓരോ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് മമ്മിയുടെ അടുത്ത്, ഇതും മമ്മിയുടെ അടുത്ത്. അങ്ങനെ നമ്മൾ ഓരോ സെറ്റായിട്ട് വാങ്ങിച്ച്. അടുത്തതെന്ന് വെച്ചെങ്കിൽ പ്രിങ്കിൾസ് ക്രിസ്റ്റിക്കാണ്. ഇതൊരെണ്ണം വാങ്ങിച്ച്. പിന്നെ മറ്റേ കൊക്കോക്കോലയുടെ ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് ആട്ടോ, അത് വാങ്ങിച്ച്. പിന്നെ കുറച്ച് വേഫേഴ്സ് വാങ്ങിച്ചു കേട്ടോ. എപ്പോഴും നമ്മൾ മറ്റേ ചോക്ലേറ്റ് അല്ല, സ്ട്രോബെറിയും മറ്റേ വേറെ ഏതൊരു ഫ്ലേവറല്ല, ഇത് ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ വേഫേഴ്സ് ആട്ടോ. അത്യാവശ്യം നല്ലുണ്ട്. നബാട്ടിയും ചോക്ലേറ്റ്സ് ആട്ടോ വാങ്ങിച്ചേ. പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുത്തു. ഡ്രസ്സ് എന്ന് വെച്ചാൽ ഞങ്ങൾക്കല്ല കേട്ടോ. ഈ ക്രിസ്റ്റി ഡെയിലി അംഗൻവാടി പോകുന്നതുകൊണ്ട് അവന് യൂണിഫോം ഇല്ലല്ലോ. അംഗൻവാടിയിലെ കളർ ഡ്രസ്സാണല്ലോ. അപ്പോൾ കളർ ഡ്രസ്സിന് എത്ര ടീഷർട്ട് ഉണ്ടെങ്കിലും മതിയാവത്തില്ല കേട്ടോ. ഇന്നിടുന്നത് പിന്നെ ഇപ്പം നമ്മൾ ക്രിസ്റ്റി വളരുന്ന പ്രായമാണല്ലോ, പെട്ടെന്ന് തന്നെ ചെറുതാവും അവന്. പിന്നെ ഈ മണ്ണാക്കിയും പിന്നെ ഈ മഴ വരുന്ന സമയത്ത് പകുതി ഡ്രസ്സും കരിമനടിച്ചു പോകും. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവനൊരു സ്വഭാവമുണ്ട്. ഫുഡ് കഴിച്ചിട്ട് മോൻ കഴുകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടീഷർട്ട്, അവൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് എടുത്തും ഇങ്ങനെ ഒന്ന് തുടയ്ക്കും കേട്ടോ. നമ്മൾ എത്ര പറഞ്ഞാലും അങ്ങനെ തന്നെ. അപ്പം എൻ്റെ ഇവിടെ ചേട്ടത്തിയമ്മ പറഞ്ഞു, പ്രിയാങ്ക ചേച്ചി, ഇവിടെ ഒരു കേർച്ചീഫ് ഇട്ടിട്ട് പിന്നെ കുത്തിയിടാനും. അത് ഞാനെപ്പോഴും മറന്നു പോകും കേട്ടോ. ഇനി അങ്ങനെ ചെയ്ത് നോക്കണം അത്ര. അതുകൊണ്ട് ഇത്രയും ഭാഗം കരിമ്പനടിച്ചുകൊണ്ട് വരും അവൻ്റെ ടീഷർട്ടിൽ. അപ്പോൾ അവന് കുറച്ച് ടീഷർട്ട്സ് എടുത്ത്. ആദ്യം ഒരു ഷർട്ടാട്ടോ എടുത്തേ. നല്ല രസമല്ലേ?
ഒരു ഷർട്ട് എടുത്തു. പിന്നെ ഈ ഒരു കളറിൻ്റെ ടീഷർട്ട് എടുത്തു. ഇതിന് 199 299 ഉള്ള ടീഷർട്ടാട്ടോ. അങ്ങനെ കുറച്ച് ടീഷർട്ട്സും പിന്നെ ഷോർട്സും. ഇത് അജിപപ്പയുടെ ഷോർട്സ് ആട്ടോ. പിന്നെ പോയതല്ലേ, അപ്പോൾ ഒരു നൈറ്റി എടുത്ത്. ഇതാട്ടോ എൻ്റെ നൈറ്റി ആട്ടോ. ഇത് ഒരു നൈറ്റി വാങ്ങിച്ചു. പിന്നെ ഒരു കുർത്ത വാങ്ങിച്ചേട്ടോ. പിന്നെ നമ്മുടെ ഹർഷേസിൻ്റെ ഒരു എന്താന്ന് എനിക്കില്ല, ഞാൻ ഇതിനെ ന്യൂട്ടല്ല എന്ന് വിളിക്കും. ഇത് ന്യൂട്ടല്ല അല്ല കേട്ടോ, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഒന്നല്ലേ. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ അവരൊരു പഞ്ചസാര നമുക്ക് ഫ്രീ ആയിട്ട് തന്നില്ല. 9 രൂപ കൊടുത്തപ്പോൾ ഇത്രയും പഞ്ചസാര തന്നോട്ടെ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ, കുറച്ച് മീൻസ് മമ്മി കുറച്ചുകൂടി സാധനം വാങ്ങിച്ചായിരുന്നു കേട്ടോ, എൻ്റെ മമ്മി. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ആയപ്പോൾ ഇത്ര പഞ്ചസാര മാത്രമേ തന്നുള്ളൂ, കൂപ്പണൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ 9 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാര കൂടി തന്നു കേട്ടോ. ഇത് 1 കിലോ അല്ലേ, 1 കിലോ 9 രൂപയ്ക്ക് തന്നു കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള വില 60 രൂപ. അപ്പോൾ ഇത്രയും കൂടി തന്നു കേട്ടോ. ഇത്രയും സാധനം നമ്മൾ വാങ്ങിച്ചുള്ളൂ. വേറെ എന്തെങ്കിലും വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ജ്യൂസൊക്കെ വാങ്ങിച്ചത് നമ്മൾ അവിടെ തന്നെ കുടിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പോരെ? പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരാൾ മെഷീനിൽ കാർഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. താങ്ക് യു.